ഹായ് നമസ്തേ. ചുമ്മാ ഒന്ന് കൊല്ലങ്കോട് പോകാനായിട്ട് ഇറങ്ങിയതാട്ടോ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് തൃപ്പാളൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. തൃപ്പാളൂർ മഹാദേവ ക്ഷേത്രം ഇതാണ്. തൃപ്പാളൂർ മഹാദേവ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാനായിട്ട് ഞാനവിടെ ദേവസ്വം ബോർഡിൽ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തൊരു വീഡിയോ ക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുൻപിൽ വെച്ചാണ് നമ്മുടെ വരവേൽപ്പ് സിനിമ ഷൂട്ട് ചെയ്തേക്കുന്നതും അതേപോലെ തന്നെ കളിയാട്ടം സിനിമയിലെ ക്ലൈമാക്സ് ഭാഗവും മഞ്ജു വാര്യർ പാട്ട് പാടുന്ന ഭാഗമൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് വെച്ചാട്ടോ ഷൂട്ട് ചെയ്തേക്കണേ. വരവേൽപ്പ് സിനിമയിൽ വണ്ടി പാർക്ക് ചെയ്യുന്ന ഭാഗം വരുന്നത് അവിടെയാണ്. ക്ഷേത്രത്തിൻ്റെ മുൻപിൽ അവിടെ ഒരു ആലുണ്ട്. ആലിൻ്റെ തറയിൽ വെച്ചാണ് ഇതേക്കുന്നത്. പിന്നെ കളിയാട്ടം ഷൂട്ട് ചെയ്ത് ഇവിടെയാട്ടോ. അത് കാണിച്ചു. ഈ ബിൽഡിങ് ഇപ്പം നമ്മൾ നിന്നത് അവിടെയാണ്. അവിടെ കുളത്തിൻ്റെ സൈഡിലാണ് നിന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് കളിയാട്ടം സിനിമയിൽ മഞ്ജു വാര്യർ എന്നോട് എന്തിനെ പിണക്കെന്ന് പറഞ്ഞാൽ ആ പാട്ട് ജനൽ കമ്പിയമ്മ പിടിച്ച് പാടുന്നതും പിന്നെ അവസാനം സുരേഷ് ഗോപി തീ കൊളുത്തുന്നതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചാന്ന് പറഞ്ഞേട്ടോ. വളരെ പഴയൊരു ബിൽഡിംഗ് ആട്ടത്. വളരെ പഴയൊരു ബിൽഡിങ്. ക്ഷേത്രം വരുന്നത് ഇവിടെയാണ്. സൈഡിൽ പുഴയുണ്ട്. അവിടെ ഒരു ആല് കാണാം. അവിടെ ഇപ്പോൾ ഒരു ചെറിയ ആലാണ്. അവിടെ മുൻപ് വലിയൊരു ആലായിരുന്നു കേട്ടോ. ആ ആലിൻ്റെ ഫ്രണ്ടിലാണ് വരവേൽപ്പ് സിനിമയിൽ മോഹൻലാൽ ആ വണ്ടി ഇടുന്നതൊക്കെ അവിടെയാണ് കേട്ടോ. അപ്പോൾ തൃപ്പാളൂർ മഹാദേവ ക്ഷേത്രം പാലക്കാട് ജില്ലയിലാണ് കേട്ടോ, ആലത്തൂരിനടുത്ത്. ഈ ബിൽഡിങ് കേട്ടോ. അത് ആ കമ്പിമയാണ് അവൻ്റെ മഞ്ജു വാര്യർ കൈ പിടിച്ചിട്ട് എന്നോട് എന്തിനും പിണക്കെന്ന് പറഞ്ഞാൽ പാട്ടൊക്കെ പാടുന്നത് അവിടെയാണെന്ന് പറഞ്ഞേട്ടോ. അതേപോലെ തന്നെ വളരെ പഴക്കമുള്ളൊരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ ഇവിടെ. അതും ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ക്ഷേത്രം. അപ്പോൾ അടുത്ത ദിവസം വന്നിട്ട് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം കേട്ടോ. അതല്ല ചേട്ടാ പറ. 1114 അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അത്രയും കൊല്ലത്തിന്റെ പഴക്കം. പിന്നെ ഇവിടെ ഒരു നല്ലൊരു ആൽമരമായിരുന്നു. ഇതില് വരവേൽപ്പൊക്കില്ലേ സിനിമ, അത് ഇവിടെ വെച്ചിട്ടാണ് ബസ് തല്ലിപ്പൊളിക്കലും ഒക്കെ ഉണ്ടായത്. വണ്ടി വന്ന് പാർക്ക് ചെയ്യുന്നത് ഇവിടെ. അതേമാതിരി കളിയാട്ടത്തിന് ഏത് ഭാഗം? അത് അവിടെ ആ നരപ്പരയില്ല. അവിടെ പൊളിച്ചയിലാണ് എന്നോട് എന്തിന് പിണക്കെന്ന് പറഞ്ഞിട്ട് കഴിയിൽ കൂടെ പാടുന്നില്ലേ, അത് അവിടെയായിരുന്നു. ഒരുപാട് മാറ്റം വന്നു. ആ കല്യാണം ഉണ്ടാവും ഇതേമാതിരി ഈ ഓടിൻ്റെ തന്നെയായിരുന്നു. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ. അതെ, അതിപ്പോൾ പുതിയതായിട്ട് കെട്ടിയത് അത് ഈ ഓടിൻ്റെ തന്നെ ആയിരുന്നു. ഇതേമാതിരി 4 കെട്ടില്ലേ, 4 കെട്ടിൻ്റെ അത് ഭയങ്കര. അതേമാതിരി ഈ അമ്പലമില്ലേ, ആ വലിയ കെട്ടില്ലേ, അതിൻ്റെ അവിടെ ഒരു ചെട്ടായിരുന്നു നെല്ലിമരം. അങ്ങനെയൊക്കെ ആയിട്ട് ഉത്സവം കാണാൻ അതിൻ്റെ മുകളിൽ ആൾക്കാർ നിൽക്കും. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ വരവേൽപ്പ് സിനിമയിൽ മോഹൻലാൽ ആ വണ്ടി പാർക്ക് ചെയ്യുന്നത് ഈ ഒരു ആലിൻ്റെ ചുവട്ടിലാണ്. അപ്പോൾ അന്ന് ഇതൊരു വലിയ ആലായിരുന്നു. അത് തകർന്നു പോയിട്ട് അത് നശിച്ചു പോയിട്ട് വേറെ ആല് വെച്ചാട്ടാ. അപ്പോൾ ഈ ആലിൻ്റെ ചുവട്ടിലാണ് വണ്ടി പാർക്ക് ചെയ്യണേ. ഈ പുഴയിൽ ഒരുപാട് സീനുകൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ക്ഷേത്രം. അപ്പോൾ ആ ഒരു പാട്ടിൽ വെള്ളാരപ്പൂമലമേലെ എന്ന് പറഞ്ഞാൽ പാട്ടിൽ കംപ്ലീറ്റ് ഈ ക്ഷേത്രം ഈ പരിസരമാട്ടോ. അപ്പോൾ ഈ പരിസരമാട്ടോ കാണിക്കുന്നത്. ഈ ക്ഷേത്രം കംപ്ലീറ്റ് കാണിക്കുന്നുണ്ടേ. അപ്പോൾ ഇത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിനടുത്ത് തൃപ്പാളൂർ മഹാദേവ ക്ഷേത്രം കേട്ടോ. ഗംഭീര ക്ഷേത്രമാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ കൊല്ലങ്കോട് ഭാഗത്തേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ വാമലയിലേക്ക് എത്തിയിട്ടോ. കുറേ നാൾ മുമ്പ് നമ്മൾ വീഡിയോ ചെയ്ത് തുടങ്ങിയ സമയത്ത് വാമലയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത് വന്നപ്പോൾ ഒന്നുകൂടി വന്നതാണ്. മുകളിലേക്ക് കയറാണ്. മതി. സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലോടാ. ഇതാണ് വഴി.
നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്ത് തുടങ്ങിയ സമയത്ത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. കരുവോട്ട് വാമല ബാലദണ്ഡായുധപാണി ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. സുബ്രഹ്മണ്യ സ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വരുന്നത് കേട്ടോ. ഇന്ന് ഞങ്ങൾ ജസ്റ്റ് ഈ പല്ലാവൂരും കൊല്ലംകോടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയപ്പോൾ ഇവിടെ ക്ഷേത്രത്തിലൊന്ന് കയറിയെന്നുള്ളൂ. ഇത് ക്ഷേത്രത്തിന് മുൻപിലുള്ളൊരു പാലയാട്ടോ. ഇതിൻ്റെ ചോട്ടിൽ നമുക്ക് 2 മുനിയറകളും കാണാം. ധാരാളം സിനിമകളിൽ ഈ ഒരു ക്ഷേത്രം കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു ക്ഷേത്രം ആദ്യമായിട്ട് കാണുന്നത് വർഷങ്ങൾക്ക് മുൻപിറങ്ങിയ ദിലീപിൻ്റെ ദീപസ്തംഭം മഹാശ്ചര്യം എന്ന് പറഞ്ഞ ഒരു സിനിമയിലാട്ടോ ഈ ഒരു ക്ഷേത്രം ആദ്യം കാണുന്നത്. പിന്നെ കുഞ്ഞിരാമായണം, അതുപോലെ തന്നെ ഹൃദയം എന്ന് പറഞ്ഞ സിനിമയിലാണ് ഈ ക്ഷേത്രം ഇത്രയ്ക്ക് പ്രസിദ്ധമായതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ടായത് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങിയ സമയത്ത് ചെയ്ത വീഡിയോ കേട്ടോ. ഇതിങ്ങനെ ചുറ്റും ഇത് കാണുന്നത് പല്ലശന ഭാഗമാണ്. പല്ലശന അത് പല്ലാവൂർ ഒക്കെയാണ് കേട്ടോ. അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം കുറേ സഞ്ചാരികൾ തന്നെ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമല്ല കേട്ടോ. ഇനി നമ്മൾ നേരെ അങ്ങോട്ട് എങ്ങടൊക്കെയാണെന്ന് തീരുമാനിച്ചിട്ടൊന്നുമില്ല. നേരെ കൊല്ലംകോട് പോവാണ് കേട്ടോ. അപ്പോൾ ഇനി ബാക്കി കാഴ്ചകൾ കാണാം. കൃഷ്ണദാസിന്റെ വീഡിയോ അത്ര ഫേമസ് ആണ്. ഈ വഴി നമ്മുടെ വാമലയുടെ തൊട്ട് താഴെയുള്ള വഴിയാട്ടോ. കേട്ടോ, ഇതാണ് വാമല തൊട്ട് താഴെയുള്ള വഴിയാണ്. പക്ഷെ ഞാൻ അന്ന് വന്നപ്പോൾ ഇങ്ങനെ ഒരു വഴി ശ്രദ്ധിച്ചില്ല കേട്ടോ. നല്ല രസമുള്ള വഴി. ഇവിടെ ഷെഡൊക്കെ കെട്ടിയിട്ടുണ്ട് ആൾക്കാർ കളിക്കാനൊക്കെ. ക്ലബ്ബ് മാതിരി ക്യാരം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല വഴി, അടിപൊളി. എന്തിരുന്നാണത് ചുറ്റും മരങ്ങൾ എന്നിട്ടേ കൊള്ളാം. അതാണ് കേട്ടോ വാമല തന്നെ. നമ്മളുണ്ടല്ലോ വാമലയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ മറ്റേ കരുവോട്ട് വാമലയില്ലേ, ആ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ മുതലമട റെയിൽവേ സ്റ്റേഷൻ. അവിടെ ഒരു മീങ്കര ഡാമൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോണേ. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് എന്നത് ചിറ്റൂർ തത്തമംഗലം ആ റൂട്ടാണ് പോകുന്നത് കേട്ടോ.
ഈ വഴി പോയിട്ടില്ല, ആദ്യമായിട്ട് പോകണം. അപ്പോൾ ഈ വഴി എടുത്താണ്. പിന്നെ നല്ല റോഡ് സൈഡിൽ 2 സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട് അടിപൊളി റോഡ്. നമ്മളിപ്പോൾ മുതലമട റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്കാണ് വന്നേക്കണേ. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാട്ടോ അത്. ഭംഗിയുള്ള വഴി അല്ലേ? ഭംഗിയുള്ള വഴി, ഇങ്ങനെ ചെറിയ വഴി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുമെന്നുള്ള ഒരു ഡൗട്ടും കൂടി നിങ്ങളുടെ മനസ്സിൽ വേറൊരു സ്ഥലം, അതായത് വേറെ വഴിയായിരിക്കും ചിലപ്പോൾ. വേറെ അതായത് ഇത് തന്നെ റെയിൽവേ സ്റ്റേഷൻ, സിനിമ തിയേറ്റർ, റെയിൽവേ സ്റ്റേഷൻ. എനിക്ക് തോന്നണേ ആശാനെ അപ്പുറം കിടക്കാൻ പറ്റില്ല, അപ്പുറം കിടക്കാൻ അതിലേക്ക് ഇറങ്ങിപ്പോണ്ടിരിക്കുന്നു. മനസ്സിലായ ഇല്ല. അല്ല, അപ്പോൾ ഇതാണ് നമ്മുടെ വെട്ടം, പിന്നെ മേഘം, പിന്നെ ലേറ്റസ്റ്റ് ഹൃദയം സിനിമയിലൊക്കെ കാണിക്കുന്ന ഫേമസായ മുതലമട റെയിൽവേ സ്റ്റേഷൻ. വെട്ടം സിനിമയിലാണ് സത്യം പറഞ്ഞ ഈ റെയിൽവേ സ്റ്റേഷൻ ആദ്യമായിട്ട് കാണുന്നത് അല്ലേ? മേഘത്തിലുണ്ട്, അതിന് മുന്നേ ഇറങ്ങിയ മേഘത്തിലുണ്ട്, പക്ഷേ അതിൽ ശ്രദ്ധിച്ചില്ല. പക്ഷേ വെട്ടത്തിലാണ് ഇത് ഭയങ്കര ഇതായത്. വെട്ടം ഈ ഒരു ആൽമരമാണ് ഇതിൻ്റെ പ്രത്യേകത, ഭംഗിയില്ല. അടിപൊളി. സിനിമയ്ക്കായിരിക്കും ദിലീപ് തൂങ്ങി ഇറങ്ങണേ അല്ലേ? നീ ഗോപാലകൃഷ്ണല്ലേടാ അതല്ലേ? കേട്ടാ അതെ. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് മുതലമട റെയിൽവേ സ്റ്റേഷനിലാട്ടോ. ദിലീപിൻ്റെ വെട്ടം സിനിമയിലൂടെയാണ് ഏറ്റവും അധികം പ്രശസ്തമായത് ഈ റെയിൽവേ സ്റ്റേഷൻ. ഈ ഒരു ആൽമരവും ഈ തൂങ്ങിക്കിടക്കുന്ന വേരുകളും ഒക്കെ ഈ റെയിൽവേ സ്റ്റേഷനിലാണ് ദിലീപ് വന്നിറങ്ങുന്നതായിട്ട് കാണിക്കുന്നത്. മേഘം സിനിമയിൽ മമ്മൂട്ടിയൊക്കെ അവസാനം കയറി പോകുന്നതായിട്ട് കാണിക്കുന്നത്. ഹൃദയം സിനിമയിൽ മറ്റേ പ്രണവ് മോഹൻലാൽ ചെന്നൈക്ക് പോകുന്ന റെയിൽവേ സ്റ്റേഷനൊക്കെ കാണിച്ചത് ഈ മുതലമട റെയിൽവേ സ്റ്റേഷനിലാണ്. ഭയങ്കര ഫേമസ് ആയ റെയിൽവേ സ്റ്റേഷനാണ്. ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീൽ ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ. നമ്മളാ വെട്ടം സിനിമയൊക്കെ കണ്ടിട്ടേ ഭയങ്കര നൊസ്റ്റാൾജി ഇവിടെ എത്തിയപ്പോൾ. അടിപൊളി. ചേട്ടാ അപ്പോൾ നമ്മൾ ഈ വഴി കൊല്ലംകോടല്ലേ? ഈ വഴി
മീൻകര ഡാമിലേക്ക് പോണ വഴി കേട്ടോ, മുതലമടയിൽ നിന്ന് മീൻകര ഡാം. ചേട്ടാ മണൽ കന്നുണ്ടല്ലോ ഇവിടെ ശരിക്കും നല്ല അല്ലേ? എന്നാലും ഇപ്പുറം വന്നു കിട്ടുമോ? ചിലപ്പോൾ മണൽ കണ്ണം ചെയ്ത് അങ്ങനെ മീൻകര ഡാമിലായിട്ട് എത്തിയിട്ടുണ്ടാവും. മുതലമട പഞ്ചായത്തുള്ള ഡാമുണ്ട് മീൻകര ഡാം. മീൻകര ഡാമിൻ്റെ കാഴ്ചകളായിട്ട് കാണണേ. നമ്മൾ ഇപ്പോൾ മീൻകര ഡാമിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കണേ. മീൻകര ഡാം എന്ന് വെച്ചാൽ മുതലമടയിലുള്ളൊരു ഡാമാണ് കേട്ടോ, മുതലമട പഞ്ചായത്തിലുള്ളത്. ഇതുണ്ടോ എന്തോരം മണലുകളാണെന്നറിയോ ഇവിടെ, കൂനെ കൂട്ടിയിട്ടൊക്കെ കേട്ടോ. എനിക്ക് ഡാമിൽ നിന്ന് കോരിയ മണലുകളാണ് കേട്ടോ. ഇതൊക്കെ എവിടേക്ക് പോകണോ മണലിൽ അല്ലേ? പക്ഷെ ലോറിയിൽ കൊണ്ടുപോകണ്ടെന്നുള്ളേ മണലിൽ മണലാട്ടോ ഈ കൂട്ടിയിട്ടങ്ങനെ. അങ്ങനെ ജസ്റ്റ് മീൻകര ഡാം ഒന്ന് കാണാൻ വേണ്ടി വന്നാട്ടോ. ഒന്നുമില്ലാട്ടോ, ചെറിയൊരു ഡാം, വെള്ളം വളരെ കുറവാണ്. തിരിച്ചു പോവാ. ഇനി നമുക്ക് നേരെ കൊല്ലംകോട് പോവാം. ചെല്ലഞ്ഞാൻ്റെ വേറെ കുടിക്കാലോ. നമ്മുടെ ഒരു കൂട്ടുകാരൻ വഴി പറഞ്ഞു തന്നങ്ങനെ അവനെ വേണമെങ്കിൽ കയറ്റി നമ്മള്. അനൂപ് ടെൻത്തില് ഇവിടെ രാജാസി പഠിക്കുന്നു. കൊല്ലങ്കോട്. ഒരു ചെറിയ യൂട്യൂബ് ചാനലുണ്ട്, ദിബു പരമേശ്വരൻ എന്നാണ്. അടുത്ത 2 ആഴ്ച കഴിഞ്ഞും നോക്കിയാൽ കേട്ടാ. ഓക്കെ, DIPU പരമേശ്വരൻ. കേറി കമന്റ് ഇടോ. അവിടെ പോയിക്കാലാ. ഇത് നമ്മുടെ ഞാൻ പറയാം നാളെ വാലുവേഷൻ വിടാട്ടാ. ഇതണ്ട നമ്മുടെ അമ്മ ഇവിടെ ചെറിയ കച്ചവടമൊക്കെ നടത്തുന്നുണ്ട്. നല്ല പനം കൽക്കണ്ടം, ഇത് പനം ചക്കര. എന്റെ വീട് തൃശ്ശൂരാണ്. ഇത് ഇതോ എന്ത് ഞാൻ കഴിക്കാൻ തന്നില്ലേ? അതാണല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ഞങ്ങൾ വെറുതെ ആക്കിട്ടൊക്കെ എടുത്തു. നിങ്ങൾ ആളുകൾ ഇതിൽ വരികയാണെങ്കിൽ നിങ്ങളും ഇതൊക്കെ വാങ്ങിക്കണം. ഞങ്ങൾക്കൊരു യൂട്യൂബിലൊരു ചാനലുണ്ട്. വേണ്ട, അതെവിടെയാ? അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് വെണ്ടയ്ക്ക വാങ്ങിക്കാണ് സൈമൻ ചേട്ടൻ. പകുതി വെണ്ടയ്ക്ക എനിക്ക് വന്നിട്ടാ. മക്കളൊന്നുമില്ലേ? എവിടെയാ? എടമുട്ടത്താ? എൻ്റെ അനിയത്തിന് അവിടെ കൊടുത്തന്നെ. എടമുട്ടത്ത് എവിടെ? എൻ്റെ അനിയത്തിനെ കൊടുത്തത് മറ്റേ അവിടെ ഒരു ബീച്ചില്ലേ, എടമുട്ട് കഴിയുമ്പുറം ബീച്ചിൻ്റെ തൊട്ടടുത്ത്, സ്കൂളിൻ്റെ തൊട്ടപ്പുറത്ത്.
കൊല്ലങ്കോട്ടേക്ക് വരുന്ന സഞ്ചാരികളെ ഏറ്റവും അധികം ആകർഷിക്കുന്നത് ഈ ഒരു പാടശേഖരം കേട്ടോ. നെല്ലിയാമ്പതി മലനിരകൾക്ക് താഴെയുള്ള ഈ വലിയ പാടശേഖരത്തിന് അഭിമുഖമായി നിൽക്കുന്ന ഒരു കൊച്ചു വീടും നമ്മൾ എല്ലാവരും പല വീഡിയോകളിലും ഫോട്ടോകളിലും കണ്ടിട്ടുണ്ടാവും കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളരിമേട് ഭാഗത്തേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു പാടശേഖരം വരുന്നത്. താമരപ്പാടം എന്നൊക്കെ അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലേ നീ ആൾക്കാരുടെ ബഹളായി ആ വീടിന്റെ അവിടെയൊക്കെ. ഞാൻ പഠിക്കാൻ ഞാൻ അവിടെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് പാടത്തേക്കുള്ളൂ. ബാക്കിലെ മലനിരകളാണ് അവനൊക്കെ പ്രാന്തേറെ പോണേ. വണ്ടികള് വളരെ സൈഡിൽ നിന്ന് അവിടെ പാർക്കില്ല, ഇവിടെ പാർക്ക് ചെയ്ത് അങ്ങനെ തേവണ്ടാ പോണേ. പക്ഷെ സത്യം പറഞ്ഞത് ആൾക്കാരുടെ ജീവിതമാർഗം കൂടെ ഇല്ല. എല്ലാവരും ഇട്ട് കട എല്ലാ വീട്ടിലും ഈ വീട് കണ്ടല്ലേ, ഈ വീട് റീൽസിൽ കണ്ടല്ലേ നീ? ഇവിടെ എന്തെങ്കിലും മേടിക്കട്ടോ. എന്റെ മുന്നിലൊക്കെ നിറച്ച ആൾക്കാരാ ആ വീട്ടിലല്ലേ. ഇതാണ് മെയിൻ വീട്. ഈ അമ്മാമ്മയുടെ വീഡിയോയും കൊല്ലങ്കോടിൻ്റെ വീഡിയോകൾ വരുന്ന കൂട്ടത്തിൽ പലരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ ആ താമരപ്പാടത്തേക്ക് തിരിയുമ്പോൾ തന്നെ വളവിലാണ് ഈ അമ്മമ്മയുടെ കടയും വീടും വരുന്നത് കേട്ടോ. അങ്ങനെ കൊല്ലങ്കോടുള്ള ആ താമരപ്പാടമൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ചിങ്ങഞ്ചിറക്കാണ്. പക്ഷേ ഞങ്ങൾ ചിങ്ങഞ്ചിറ എത്തിയപ്പോഴേക്കും ഇരുട്ടായി. ഇവിടെ ഒരു ഷാപ്പുണ്ടല്ലോ, വളരെ പ്രസിദ്ധമായ ഒരു ചെറിയൊരു പച്ചപ്പിന് നേരത്തേക്കുന്ന ഷാപ്പ്. ആ ഷാപ്പും കൂടിയും കണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഈ ഒരു ഷാപ്പ് നമ്മൾ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടോ. ഇത് ചെങ്ങഞ്ചിറ തൊട്ടടുത്തുള്ള ഷാപ്പാട്ടോ. ചുമ്മാ ഒരു വീഡിയോ എടുക്കാൻ വന്നാട്ടോ. ഭക്ഷണമൊക്കെ ഉണ്ടോ അവിടെ? എന്തുട്ടാണ്? ആ ബന്ധുട്ടുണ്ടാവും വേറെ?
ഇതൊക്കെ മറ്റേ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഭയങ്കര ഫേമസ് ആണ് ഈ ഷർട്ട്. ഞാൻ വരണ്ടല്ലേ? ആ ഹാ 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 ആ ആണല്ലേ? വരണ്ടല്ലേ? ആ ഹാ ശരി ശരി ശരി.